ഹായ് ഗെയ്സ്, സമയം മണിയപ്പോൾ 5 മണി കഴിഞ്ഞു. ധാരാളം നടക്കുന്നു, ഇരുട്ട് കണ്ട. നമ്മളിപ്പോൾ ഇന്നൊരു കുറേ നാളായിട്ട് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി തിരുവനന്തപുരത്ത് കരിമീനെ പിടിക്കാൻ പോകുന്നതാണ് കൂടി. കരിമീൻ പിടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് കപ്പ റെഡിയാക്കണം. അപ്പം നോക്കി വെച്ച് കഴിഞ്ഞാൽ വേവിച്ചെടുക്കണം. അപ്പം അതിന് മുന്നോടിയായിട്ട് നിറച്ച് മണ്ണായി പറ്റിക്കൊണ്ട് എടുത്തിച്ച് നോക്കിയാൽ കാണാം. ഇതിനൊന്ന് കഴുകിയെടുക്കാൻ പോകാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മീൻ കാണാം. അപ്പോൾ നമ്മൾ കപ്പ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല വെള്ളാരങ്കൽ വെളുത്തിറങ്ങണ്ട. എന്താ ഇനി നമ്മളത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, പുഴുങ്ങാൻ കാണിക്കാം. അപ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കണം. അതിന് ശേഷം വേണം നമുക്കിത് പാചകം ചെയ്യാൻ. നമ്മൾ വളരെ നാളായി കരിമീൻ പിടിക്കുന്നൊരു വീഡിയോ ചെയ്യണമെന്നായിരിക്കും. അപ്പോൾ ഇന്നാണ് അതിനുള്ള അവസരം കിട്ടിയത്. അവിടെ നിന്ന് കുറേ ദൂരം പോകാനുണ്ട്. അതിൻ്റെ വീഡിയോകൾ കുറേ വരുന്നതായിരിക്കും. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ 2-2.5 കിലോമീറ്ററോളം വണ്ടി വെച്ചിട്ട് ചെളിയുടെയും വെള്ളത്തിലൂടെയൊക്കെ നടക്കാനുണ്ട്. മുട്ടട്ടും ചെളി, അരയറ്റം വെള്ളം, പിന്നെ ഒരൊറ്റ തടിയുള്ള പാലം, ഇതൊക്കെ കടന്ന് വേണം നമുക്ക് കരിമീൻ പിടിക്കുന്ന സ്ഥലത്തെത്താണ്ട്. ഭയങ്കര ഒരു ടാസ്ക്കാണ് അവിടെ എത്തുക എന്നുള്ളത്. എങ്കിലും നമുക്ക് പോയി നോക്കാം എത്രത്തോളം എത്താൻ പറ്റും എന്നുള്ളതും എത്ര എണ്ണം കിട്ടും എന്നുള്ളതും എങ്ങനെ കിട്ടും എന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ വരിക, നമുക്ക് കപ്പ പുഴുങ്ങാൻ വേണ്ടി നോക്കാം. അന്നേരം തീ കത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിന് ശേഷം വേണം കപ്പ പുഴുങ്ങിയെടുക്കാനായിട്ട്. തീ കത്തുന്നതേ ഉള്ളൂ. കത്ത് പിടിച്ചതിന് ശേഷം വേണം നമുക്ക് പാത്രം വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കപ്പ പുഴുങ്ങുന്നതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ തീ കത്തി തുടങ്ങി എന്നുള്ള പ്രതീക്ഷയിൽ പാത്രം അടുപ്പത്ത് വെച്ച് കപ്പ വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി തിളയ്ക്കണം. പോകാം. കത്ത് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ വന്നുകൊണ്ടിരിക്കുന്നു. ആകാശത്ത് നക്ഷത്രങ്ങളെ കാണാം, പക്ഷെ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു പൊട്ട് പോലെ അങ്ങനെ കാണാം, പക്ഷെ ഇതിനകത്ത് വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ നമുക്ക് കപ്പ തിളച്ചതിന് ശേഷം അത് അരിയുന്ന കൂടി കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് നമ്മൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അരിഞ്ഞ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് കൊത്തുന്നതനുസരിച്ച് എടുക്കാൻ എളുപ്പമായിരിക്കും നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കപ്പ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വേവിക്കൊന്നും വേണം കേട്ടോ. ഒന്ന് വാടുക മാത്രമല്ല, അതിലും കുറച്ചുകൂടി ഒന്ന് വേകണം. എന്നാലും നമുക്ക് അരിഞ്ഞെടുത്ത് കുറക്കാൻ പാകത്തിനാക്കാൻ പറ്റുള്ളൂ. കൂടുതൽ വെന്ത് കഴിഞ്ഞാലും ചൂടിൻ്റെ കുളത്തിലിരിക്കില്ല. അവർക്ക് വേവ് വരണം. വെന്താൽ മാത്രമാണ് ആ മണവും കിട്ടുകയുള്ളൂ. അവർക്ക് കടിച്ച് നിന്നുകൊണ്ട് ഓടാനും പറ്റുള്ളൂ. അധികം വെന്തില്ലെങ്കിൽ കടിച്ച് തിന്നാനും പറ്റില്ല. തീരെ ചൂട് ഫോണിലേക്ക് എടുക്കും. തീ നല്ല രീതിയിൽ കത്തുന്നുണ്ട്, തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി അതിന് ശേഷം കരിയുന്ന എടുക്കാം നമുക്ക് ഇനി കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും വെന്തോന്നോട്ടെ. എന്നതിന് ശേഷം മതി നമുക്ക് അരിയാനുള്ള സെറ്റപ്പൊക്കെ. തണുത്തിട്ട് അരിയാൻ പറ്റുള്ളൂ. ഒന്നും ആയിട്ടില്ല, തിളച്ച് തുടങ്ങിയിട്ടുള്ളൂ. ആയിട്ടില്ല. ആവട്ടെ. അപ്പോൾ ഇനി നമുക്കത് വെന്ത് വാങ്ങിയതിന് ശേഷം അരിയെന്നെടുക്കാം. ഓക്കെ, അപ്പോഴത്തേക്കും കുറച്ച് നേരം ഫസ്റ്റ് പല്ല് ചെയ്യട്ടെ. പല്ലൊക്കെ തേച്ച് വന്നിട്ട് വീണ്ടും അരിയെന്നെടുക്കാം. അപ്പോൾ ഇതൊക്കെ തിളച്ചോളൂ. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് വളരെ വലിയൊരു അബദ്ധം പറ്റി. വെള്ളം ഊറിപ്പോകാൻ വേണ്ടിയിട്ട് ഈ ചാക്കിൻ്റെ പുറത്ത് നമ്മൾ ആ അടുപ്പിൻ്റെ അടുത്ത് തന്നെയായിട്ട് വെച്ചു. ഇവിടെ തന്നെയായിട്ട് വെച്ചു. ആ വെള്ള കവറോട് നടത്തി. സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിട്ട് വെള്ളം ഊരിപ്പോട്ടെന്ന് വെച്ചിട്ട് പല്ല് തേക്കാൻ പോയി. പല്ല് തേച്ചിട്ട് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഇരിക്കുന്നത് ആകെ ഈ ഒരു കപ്പയാണ്.
ഇനിയിപ്പോൾ കപ്പ വേവിക്കാനോ ഉണ്ടാക്കാനോ സമയമില്ല, കാരണം നേരം വെളുത്തു തുടങ്ങി. ഈ സമയത്ത് നമുക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ, ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും കപ്പ ത്രികോണാകൃതിയിൽ അരിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം ഉണ്ട്, ഇത് കൊണ്ട് പോവാം. ഓക്കെ, നമ്മളുടെ കപ്പയൊക്കെ നമ്മൾ ത്രികോണാകൃതിയിൽ അരിഞ്ഞ് കഴിഞ്ഞു. ഇത്രയും കിട്ടി. ബാക്കി ലിജുവിനോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കൂടെ വരുന്ന കുട്ടിയോട് എടുക്കാനുണ്ട്. ഇത്രയും കിട്ടിയ ഒരു കഷ്ണത്തിന് നമ്മളുണ്ട് ത്രികോണാകൃതിയിൽ അരിഞ്ഞ് വെച്ചേക്കണം. കാരണം അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഡാലോന്നുള്ള കണക്കൂട്ടിലാണ് അരിഞ്ഞ് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ഗേസ്, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ചെല്ലുന്ന സ്പോട്ട് കാണിച്ചു തരാം. ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതല്ല, കാരണം സമയം ഇപ്പോൾ തന്നെ വെളുത്ത് തുടങ്ങി. കണ്ടോ, വെയിലാകുന്നതിന് മുമ്പ് അവിടെ എത്തണം. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തി. നമുക്ക് ഈ തെങ്ങ് കണ്ട ഒരു വെള്ള കവർ കിടക്കണ്ട, ഇതിലേ ഇറങ്ങിയിട്ട് നമുക്ക് കണ്ട ഈ വഴിച്ചാലം കണ്ട, ഇതിലിറങ്ങിയിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. കുറേ പോകാനുണ്ട്. ആദ്യത്തെ ടാസ്ക് ചെളിയാണ്. ചെളി കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് അറ്റെന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട് നടന്ന് നമ്മൾ അവിടെ എത്താനായിട്ട്. വീണ്ടും നമ്മൾ സ്പോട്ടിൽ ചെന്നിട്ട് പോകുന്ന വഴി കാണിക്കുന്നതായിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ മൂവ് ചെയ്യുകയാണ്. ചെളികൾ തുടങ്ങി, ഓലയൊക്കെ പിടിച്ചിട്ടുണ്ട് ആൾക്കാർ. ആ ചെളി അത് കാരണം ഒരു ഗുണമായി അല്ലേ, അത് കാരണം ഒരു ഗുണമായി. വെള്ളം ഏറ്റാണ്, വെള്ളം കിടക്കുന്നുണ്ട്. അത് തന്നെ, ഞാൻ പാൻറ് പോകലും അങ്ങനെയുള്ള ഇടാറില്ല. ഞാൻ ബാഗിൽ വയ്ക്കാറുള്ളൂ. ചിന്തയില്ലല്ലോ, അങ്ങനെ പോകുന്നുള്ള ചിന്ത നമുക്കില്ലല്ലോ. തെന്നുണ്ട് കേട്ടോ, തെന്നുണ്ട് കേട്ടോ. ഞാൻ 2 കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. അങ്ങനെ അയ്യോ ഇല്ല അയ്യോ ഉണ്ടാവില്ലെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഇന്നലെ മിനിയാന്ന് വിളിച്ചായിരുന്നു. അല്ല, ഇന്നലെ രാവിലെ പോണോ വഴി ഇന്നലെ വൈകുന്നേരം കടയിൽ പോണ വഴിക്ക് വിളിച്ചായിരുന്നു. നമ്മളിവിടെ എത്തി. ഇനി പാൻ്റ് ഒന്ന് മാറ്റട്ടെ കേട്ടോ, പറമ്പൂടി ഇടണം. ഓക്കെ, പാൻ്റ് ഇടണം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ് പിടിച്ച് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി തന്നെ കേട്ടോ. തടി ഇപ്പോൾ വഴക്കലുണ്ട്. ചെരുപ്പിട്ടാകട്ടെ, അല്ലെങ്കിൽ വേണ്ട, ചെരുപ്പിട്ട് തെന്നും. വഞ്ചി കിടക്കുന്നുണ്ടോ? വഞ്ചി എവിടെ കാണാനില്ലല്ലോ, വീഡിയോ കാണാമല്ലോ. ഇവിടെ വഞ്ചി. ഇത് കക്ക നീട്ടണ സ്ഥലം ഉണ്ടോ, കക്ക നീട്ടി കക്ക ഇറച്ചെടുക്കണ സ്ഥലം. കക്കയൊക്കെ വാരിക്കൊണ്ട് പോയല്ലോ. ഇതാണ് തീ കത്തിച്ചിട്ടാണ് അവർ എത്തിച്ചിരുന്നത്. കക്ക ഞാൻ ഇന്ന് കക്ക വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്ന് അവർ വാരിയിട്ടില്ല, കത്തിച്ചിട്ടില്ല. തോടുണ്ട്. ഒയ്യോ, ഒന്ന് ഭയങ്കരമായിട്ട് ചെളിയായിപ്പോൾ. ഈ ചെളിയിലൂടെ വേണം അപ്പുറത്തേക്ക് പോകാൻ. ഇതാണ് ഈ ചെളിയുടെ കാര്യങ്ങൾ. തെന്നിക്കഴിഞ്ഞാൽ ഫോൺ വേറെ വഴിക്ക് പോകും. ചെരിപ്പൂരി കൈ പിടിച്ചേക്കാണ്. ഇതുപോലത്തെ 2.5 കിലോമീറ്റർ ഇങ്ങനെ നടക്കണം. അതാണ് ടാസ്ക്. ഇവിടെ ഒന്നും ഒരു ഓല ഇട്ടില്ലല്ലോ. കയറി മടലിൻ്റെ എന്ത് കാണാനില്ലല്ലോ എന്ന് പറയാത്. പോയിട്ടുണ്ടോ? അത് ആ കെട്ടിലെ ആൾക്കാരായിരിക്കും. വണ്ടിയൊന്നും അവിടെ കാണാനില്ലല്ലോ, ഒരു സൈക്കിൾ മാത്രമേ അവിടെ ഇരിക്കുന്നുള്ളൂ. പാൻറ്റിൻ്റെ പിന്നെ പോയി. ഒരു മിനിറ്റ്, പാൻറ്റ് മാറിയില്ല. അത് മടക്കിയിട്ട് ഷർട്ടായിട്ട് പിന്നെ കുത്തി വെച്ചേക്കായിരുന്നു. നടന്നപ്പോൾ പിന്നെ അങ്ങ് വിട്ടുപോയി. അതാണ് പുല്ലുകൾ കണ്ട. പിന്നെയും വിട്ടുപോയി. ഇതെന്ത് പിന്നെ
ടാസ്ക്കാണ്. കാരണം ഫോൺ നോക്കണം, ബാഗ് നോക്കണം, കാല് നോക്കണം, തെന്നിക്കഴിഞ്ഞ് വീഴാണ്ട് നോക്കണം. നല്ലൊരു വൈബാണ്. ഇത് ഈറ്റയല്ല, ഒരു പ്രത്യേകതരം പുല്ലാണ് കേട്ടോ. കണ്ടാലും ഈറ്റ പോലെ ഇരിക്കും. കണ്ടോ, മുള്ളൊന്നുമില്ല. അയ്യോ, കുഴി! ഞാനാ കുഴി ചാടി. നേരെ കാല് വെച്ചാൽ കുഴിയിലേക്കാ. അത് ചെളിയുടെ പരിപാടി കഴിഞ്ഞു. കാല് കയറ്റി ചെരുപ്പിടാം അല്ലേ? പിന്നെയും ചെളിയാവും. അടിപൊളി കെട്ടല്ലേ നോക്കി. ഇനി ഒരാൾക്ക് നടക്കാനുള്ള വീതിയിൽ കൂടെ വേണം നടക്കാൻ. എന്ത് ചെയ്യാനാ, പറഞ്ഞു തരില്ല. എൻ്റെ കപ്പ താറാവ് നിന്ന് ലിജുവിൻ്റെ അതും പോവുകയും ചെയ്തു. നല്ല പാകത്തിനെടുത്തായിരുന്നു. അത്ര വലിയ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ, അറിയണം കൂടിയില്ല. പിന്നല്ലാണ്ട് ഞാനത് കോണമായിട്ട് ഇതിൽ മുറിച്ചെടുക്കുകയും ചെയ്തു. പിന്നെ നമുക്ക് പിന്നെ അവിടെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് ഞാൻ പറഞ്ഞ പഴക്കണ്ടത്തെ കടയിലുണ്ടാവുമല്ലോ. പഴക്കണ്ടത്തെ കടയിലുണ്ട്. ആ കറന്നിട്ട് വെക്കണം. അത് എപ്പോഴും ഉണ്ടാവും. അയാൾ തന്നെ പറിച്ച് വെക്കണം. 12 മണി വരെ അയാളുണ്ടാവും. പിന്നെ വൈകുന്നേരം ഉണ്ടാവും. രാത്രി ഉണ്ടാവില്ല. അയാളൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അയാൾ അടച്ചു പോകും. അതെ. നമ്മളങ്ങനെ കാല് കഴിഞ്ഞ സ്പോട്ടിലെത്തി. പക്ഷെ ഓളമില്ല ഇന്ന്. പറക്കണം നോക്കിയാ സാധനം. നീർക്കാക്കയും കൊക്കും അതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. അതെ, കാല് വരാം. നമുക്ക് ഇനി കയറേണ്ടത് ഈ തടിപ്പാലത്തൂടെയാണ്. കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇനി നമുക്ക് പോകേണ്ടത് ഈ തടിപ്പാലത്തിലൂടെ. അപ്പോൾ ഞാൻ ബാഗിലേക്ക് ഫോൺ ഇടുക കേട്ടോ. ടപ്പറന്ന് എടുക്കാം. ഓക്കെ. എടുത്തൊന്നും കിട്ടിയില്ല. അപ്പോൾ പോകുമ്പോൾ എടുക്കാം കേട്ടോ. അതെ. പായലും ചീഞ്ഞിട്ടുണ്ടാവില്ല, ഒക്കെ തള്ളിപ്പോകാൻ വേണ്ടിയിട്ടേ. അടിപൊളി ലൊക്കേഷനിലേക്ക്. കണ്ടോ, സിറ്റിയുടെ നടുക്ക് ഇത്രയും വിശാലമായ അതിസുന്ദരമായ സ്ഥലം. കണ്ടോ, ഇതെല്ലാം കെട്ടുകളാണ്, വലിയ കെട്ടുകളാണ്. ഇതൊക്കെ കാവൽപ്പുരകളാണ് കാണുന്നത്. കണ്ടോ, അതൊരു കാവൽപ്പുര. അറ്റത്ത് കാണുന്നുണ്ടല്ലോ, ഇതൊരു കാവൽപ്പുര. ഇത് വേറൊരു കാവൽപ്പുര. ഇത് ചീർപ്പ്.
5. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഈ പലകയിൽ ചവിട്ടി മെല്ലെ ഇങ്ങനെ കിടക്കണം. ഞങ്ങൾ തോട്ടിലേക്ക് പോണേ, കായലിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇത് കായലാണ് ഈ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കായലാണ്. കായലിൻ്റെ ഒരു എൻഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കായൽ തുടങ്ങുക. ഭയങ്കര ഇറക്കാം, വലിയുണ്ട്. പക്ഷെ ഇറക്കം തുടങ്ങിയിട്ടില്ല. വെള്ളത്തിൻ്റെ ഇത് കണ്ട ആയിട്ടില്ല, നല്ല വലിയ ആയിട്ടില്ല. നമ്മൾ വന്നപ്പോൾ ഇറക്കം തുടങ്ങിയിട്ടുള്ളൂ. ഓരോ ലെവലിൽ ഇറങ്ങണം കേട്ടോ. അടുത്ത് ചീർപ്പ് കിടന്നു. വെള്ളം നല്ല ഇറക്കമാണ്. ഏറ്റത്തിൽ നിൽക്കുമ്പോഴാണ് മീൻ അടിക്കുകയുള്ളൂ ശരിക്കും. എന്തായാലും നോക്കാം നമുക്ക്. വേറെ ആഴ്ച വന്നപ്പോൾ നടക്കുന്ന വഴിയൊക്കെ വെള്ളമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ വെള്ളം പൊങ്ങിക്കിടക്കായിരുന്നു. ഉയ്യോ തന്നെ ചെളി കോരിട്ടേക്കണ്ട. ഉണങ്ങിയിട്ടുണ്ട്. വാ, ഈ ഒഴുക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? ആ, ഇതാണ് തോട്. രണ്ട് കരയും കായലും ഇപ്പുറത്തും അപ്പുറത്തും കായലും. ഈ രണ്ടിൻ്റെയും നടുക്കൂടെയുള്ള ഒരു തോടാണിത്. അവിടെയും പൊട്ടണം, ഇവിടെയും തൊട്ടണം. നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്തി. ഇച്ചിരി കൂടി നടന്നത് ആ എൻ്റെ വരെ പോയാൽ മതി. അവിടെ ബാഗൊക്കെ വയ്ക്കാൻ പറ്റും. ചെറിയൊരു തണലും ഉണ്ട്. നമ്മളവിടെ നിന്ന് കണ്ട കെട്ടാണ്. കണ്ട എന്താ പറ്റിയ തന്നെയാ? ഈ ചെരുപ്പിട്ട് എനിക്ക് തന്നെ ഉണ്ട്. വലിയ ഒഴുക്കില്ല കേട്ടോ. കുറച്ച് നേരം നിൽക്കുമായിരിക്കും. അത് തന്നെ. അതൊക്കെ ഓരോ കെട്ടുകളാണ് കാണുന്നത്. കണ്ട കാവൽപ്പുരകൾ. തേങ്ങകൾ ഇഷ്ടമുള്ള കിടക്കണം, പക്ഷെ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചൂണ്ടിടാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് വേറൊരു കാൽപ്പുഴ കണ്ട മറ്റത്ത്. ഇത് വേറൊരു കാൽപ്പുഴ കണ്ട. ഇത് വേറൊരു കാൽപ്പുഴ. ഇതെല്ലാം ആളുകളുള്ളതാണ്. ഇവിടെയാണ് നമ്മളിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ചൂണ്ട ഇട്ടതിന് ശേഷം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ചൂണ്ട നമ്മൾ എറിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി അടുത്ത കൊത്ത് കിട്ടിയാൽ മതി. കൊത്ത് കിട്ടുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഫോൺ വീണ്ടും മാറ്റി വയ്ക്കട്ടെ. ചൂണ്ട കാണാൻ ഇട്ട് ചെയ്തിട്ടുണ്ട്. പൊങ്ങൊന്നും ഇട്ടിട്ടില്ല. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനൊരു കരിമീനെ പൊക്കിയിരിക്കുകയാണ്. അത് ഹുക്കപ്പ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് പൊക്കി എടുത്തപ്പോൾ തന്നെ വിട്ടു പോകുന്നു. ഒരിടത്തരം വലുതെന്ന് പറയാൻ പറ്റില്ല. അയ്യോ കയ്യിൽ മുള്ളുള്ളൂ. എവിടെ ഇവിടെ നിൽക്കലേടാ? കുക്കിന് തോന്നുന്നു. എന്താണ്ട ഒരിടത്തരം വലുതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഉദ്ഘാടനം കഴിച്ചു. നമ്മൾ സ്പോട്ട് മാറിയപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ ഒരു കരിമീൻ നമുക്കും കിട്ടി. ഉണ്ടോ? അത്ര അല്ല, വലുതല്ല, ഒരിടത്തരം. ഓക്കെ, ഇത് ഊരൽ എന്ന് പറഞ്ഞൊരു മീനാണ്. കറി വയ്ക്കും, പക്ഷേ അങ്ങനെ അധികം ആൾക്കാർ എടുക്കാറില്ല. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവണിഞ്ഞിൽ പോലെ ഇരിക്കും. ഇറക്കി ചെകിളെ ഒക്കെ ഉണ്ട്. കണ്ട ഊരൽ വലയിൽ കിട്ടിയതാണ്. നല്ല അടിപൊളി ദേശം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അധികം ആൾക്കാർ എടുക്കാറില്ല. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. അതെ, ചെളി പോരില്ല. അത് തന്നെ അല്ല, സൂപ്പർ സ്ഥലമല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ആമസോൺ കാടുകൾ പോലെയുള്ള ചെടികൾ. ഇത് ഈറ്റയാണ്.
എന്ന് വിചാരിക്കും, പക്ഷെ തീറ്റയല്ല, ഇതൊരു പുല്ലാണ്, തീറ്റ പോലിരിക്കുന്ന പുല്ലാണ്. ഇതാണ് വഴി, ഇത്ര ഉള്ളു വഴിച്ചാൽ. ഇതിൻ്റെ ഉള്ളിൽ വേണം മുട്ടോട്ട്. ഇതൊരു ലെറ്റർ ചെറുതാണ്, സ്മോളാണ്, വലുത് വരാൻ കിടക്കുന്നത്. ഇതിലേക്ക് വേണം ഞങ്ങളിപ്പോൾ. കണ്ട, അതാണ് വലുത്. കാലിൽ വള്ളി ചുറ്റി വെള്ളം ഏറ്റാണ്. ഇറങ്ങാണല്ലേ. ഇതാണ് വലിയ കാട്. കണ്ടോ, ആമസോൺ വനാന്തരങ്ങളിൽ പോലെയുള്ള കാടുകൾ. ചൊറിയില്ല, മുള്ളില്ല, മുള്ളു കൊള്ളില്ല, ഈറ്റയുമില്ല. അതേപോലത്തെ ഒരു സംഭവം. കണ്ണിൽ കൊള്ളാതെ മാത്രം നോക്കിയാൽ മതിയല്ല. തീയിട്ട് കളയാൻ നോക്കുന്നുണ്ട്, കത്ത് പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് വീണ്ടും മുളച്ചു. പാടമാണ് നല്ല, ഈ പാടം നിറച്ച് പുല്ലുകൾ. കഴിയും. ഈ ചെറിയ ഏറ്റവും സ്മോൾ വരണം. കണ്ണാനയിലേക്ക് തിന്നിട്ടേക്ക്. പ്രകൃതി സുന്ദരമായ സ്ഥലം. നീർക്കാക്ക പറക്കണ്ട. ഇനി ഇതല്ല കുഴപ്പം, ചെളിയാണ്. തീയിട്ട് വഴി ഉണ്ടാക്കാൻ നോക്കണം. അഴിച്ചാറടഞ്ഞു പോയിട്ട് കത്തിക്കാൻ നോക്കണം. കെട്ടിയുള്ള കെട്ടി നടത്തുന്നത് കണ്ടോ, കുറേയൊക്കെ കത്തിച്ച് കളഞ്ഞു. അവിടെ അതൊക്കെ തെട്ടുകളാണല്ലോ കാണുന്നത്. ഷെഡുകൾ, കാവൽ ആളുകൾ താമസിക്കുന്നത്. ഇനി അടുത്തൊരു കാട് കണ്ടോ, കാലിൽ മുള്ളുണ്ട്. മുള്ളല്ല, മീനിൻ്റെ മുള്ളാരാണ് പിടിച്ചിട്ടുണ്ട്. കണ്ട 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 വെയിൽ കാരണം
ഭയങ്കര വെയിലായി. ഒരു തടിപ്പാലമുണ്ട്, നമ്മളത് കയറാൻ വേണ്ടി പോവാം കേട്ടോ. അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. പാലം മാറ്റിയോ? അയ്യോ, പാലം മാറ്റി ധരിച്ച് കിടുങ്ങിപ്പോയായിരുന്നു. പാലം മാറ്റി ധരിച്ചിട്ട് പാലത്തിൽ കയറട്ടെ, ഫോണെടുത്ത് മാറ്റി വെക്കട്ടെ കേട്ടോ. തടിപ്പാലം രാവിലെ പോയതാണേ, ഇനിയിപ്പോൾ ഇരിക്കാൻ പറ്റില്ല. അതാ വെള്ളം ഏറ്റായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അങ്ങോട്ട് ചെളി, അങ്ങോട്ട് പോകാൻ പറ്റില്ല. തോട്ടിലിടാന്ന് വെച്ചിട്ട് ചെളി പൊത്തിക്കൊണ്ടിരിക്കും. ഇവിടം വരെ നേരത്തെ എടുത്തായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.